നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമ്മുടെ സീനിയേഴ്സിൻ്റെ ചില കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണല്ലോ. അപ്പോൾ ഈ സീനിയർ സിറ്റിസൺസ് അവർ ചില ഉറപ്പുകളൊക്കെ ജീവിതത്തിൽ വരുത്തണം. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്നാണെന്നറിയോ, നമ്മൾ മനസ്സിനൊരു സമാധാനം വേണം. അത് നമുക്ക് ആര് വിചാരിച്ചാലും അത് തരാൻ പറ്റുന്നത്? വീട്ടിലുള്ളവർക്കോ നാട്ടിലുള്ളവർക്കോ ഈവൻ ദൈവത്തിന് പോലും പറ്റില്ല നമുക്ക് മനസ്സമാധാനം തരാൻ. ആര് വിചാരിക്കണം? നമ്മൾ മാത്രം വിചാരിച്ചാലേ അത് നടക്കുകയുള്ളൂ. കാരണം നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരൊന്നുമില്ല. പല സമാധാനക്കുറവും നമുക്ക് വീട്ടിൽ എവിടെയെങ്കിലും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ അതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കാനും ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ചിന്തകളാണ്, അല്ലാതെ വേറെ ആരും കൊണ്ട് തരണമല്ല ഈ പ്രശ്നങ്ങളൊന്നും. അതും ഈ സമാധാനക്കുറവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൂടാരമായി ചിന്തകളുടെ. അത് ഉദാഹരണം എന്നാണെന്നറിയോ, ഇപ്പം നമ്മൾ ഈ പ്രായത്തിലെന്നൊക്കെ പറഞ്ഞാൽ 10-60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും ഒക്കെ നമ്മളുടെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ കുറച്ചൊന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി കാണുമല്ലോ അല്ലേ. ജോലിയുള്ളവർക്കൊക്കെ ജോലിയൊന്നുമില്ല. പിന്നെ വീട്ടിലാണെങ്കിലും മക്കളൊക്കെ ഒരുമാതിരി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആ ഒരവസ്ഥയൊന്നും നമുക്കില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യമായി, വീട്ടിലെ കാര്യമായി, അങ്ങനെ ഒരു ഓട്ടമായിരുന്നു ഇല്ലേ. അത് കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ടവർ അങ്ങനെ ഓടും. അങ്ങനെ ആകപ്പാടെ നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു കാലമായിരുന്നു അതൊക്കെ. ഇന്നതൊക്കെ മാറി കുറച്ച് ശാന്തമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു കാലമാണിത്. അപ്പം ചിലരെങ്ങനെയാണെന്നറിയോ, പക്ഷേ ഈ കാലത്തിലുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ചിന്തിക്കും. ഒരു സുഹൃത്തിനോട് പറയുന്നത്, അയ്യോ അപ്പം അവരിവിടെ ഇല്ല, മക്കളൊന്നും അടുത്തില്ല. എന്നിട്ട് പറയുന്നത്, എനിക്ക് അവരെക്കുറിച്ച് ഓർത്തിട്ട് വലിയ വേവലാതിയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ഈ വേവലാതി എടുക്കണേ? അതല്ലാന്നേ വേറെ വലിയൊരു ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരാ ഉള്ളതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അത് നമ്മളിവിടെ ഇരുന്ന് ഓർത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേറെ രാജ്യത്തോ ഇല്ലെങ്കിൽ വേറെ സ്ഥലത്തോ താമസിക്കുന്ന മക്കളെക്കുറിച്ച് നമ്മളിവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സും വിഷമിപ്പിക്കാവുന്നല്ലാതെ ഒന്നുമില്ല. അപ്പം അതൊക്കെ അവരും പ്രായമായില്ലേ, അവർക്ക് എല്ലാം നമ്മളെക്കാളുമൊക്കെ വിവരവും വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. അവരതൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളും. അതുപോലെ തന്നെ നമുക്കിപ്പം പേരക്കുട്ടികളുടെ കാര്യമാണെങ്കിലും ശരി, അവരച്ഛനും അമ്മയല്ലേ, അവർ നോക്കട്ടെ. അല്ലാതെ നമ്മൾ തോർത്ത് ഇവിടെ കിടന്ന് വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല. ആ ഒരു ചിന്താഗതി നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു സമാധാനം മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിലർക്ക് ആരോഗ്യത്തിൻ്റെ ഒരു ഉത്കണ്ഠയാണ്. അയ്യോ അവർക്ക് ആ സുഖക്കേട് വന്നു, അവർക്ക് ഇതുണ്ട്, എനിക്കും ഇനി അതാവുമോ വരുമോ എന്ന്. അതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന പോലെ 50, 60, 70 വയസ്സൊക്കെ വരെ ഈ വണ്ടി നന്നായിട്ട് ഓടിയില്ലേ, പിന്നെ സ്വാഭാവികമായിട്ടും ഏതും യന്ത്രത്തെ പോലെ ഇതിനും വേറെ ടയർ വരും. അപ്പം നമ്മളെന്ത് ചെയ്യണം? മരുന്ന് വാങ്ങിക്കണം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ അംഗീകരിക്കണം. കൈക്ക് വേദന, കാലിന് വേദന, ഇതൊക്കെ കാണാതിരിക്കില്ല ഒരു പ്രായം കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ അംഗീകരിച്ച് മനസ്സെങ്ങനെയാണേലും സമാധാനിപ്പിച്ച് ജീവിക്കുക. അതല്ലാതെ മനസ്സമാധാനം ഇല്ലാതെ ഇങ്ങനെ ഓടി നടന്നിട്ട് നമ്മുടെ മനസ്സ് മാത്രമേ വിഷമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിനെയും അത് ബാധിക്കുമെന്നുള്ളത് അത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത്. മനസ്സമാധാനം കിട്ടി, ഇനി നമുക്ക് ആരോഗ്യം വേണമില്ലേ. ആരോഗ്യം വേണമെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക, മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ആഹാരകാര്യമാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ച പോലെയൊക്കെയുള്ള ഭക്ഷണം നമുക്കിപ്പം കഴിക്കാൻ പറ്റുമോ? അത് തന്നെയല്ല, ഇപ്പം നമ്മളുടെയൊക്കെ എല്ലാ വീടുകളിലെയും ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഭക്ഷണമല്ലേ നമ്മളുണ്ടാക്കുന്നത്. നമ്മുടെ പേരക്കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ 5 വയസ്സുള്ള കൊച്ചുണ്ടെങ്കിലും 80 വയസ്സുള്ള ആളുണ്ടെങ്കിലും എല്ലാം ഒരേ ഭക്ഷണമാണ് നമ്മളുണ്ടാക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ഇപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക. പിന്നെ കൂടുതൽ നമുക്ക് ശരീരത്തിന് ഉതകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധമായും കഴിക്കുക. പിന്നെ ഈ പറഞ്ഞാൽ വറുത്തത്, പൊരിച്ചത്, അങ്ങനെയൊക്കെ നമ്മളുടെ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളുടെ വീട്ടിൽ വലിയ ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ ഇഷ്ടമാണെങ്കിൽ ഒട്ടും ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ അന്ന് ലിമിറ്റ് ചെയ്യുക.
അതേപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ ഇതൊക്കെ കഴിയുന്നതും കഴിക്കാൻ നോക്കുക എന്നും പറഞ്ഞ് ഷുഗറുള്ളവർക്ക് അതിൻ്റേതായ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് ജീവിക്കുക, കൃത്യമായിട്ട് ചെക്കപ്പ് നടത്തുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ തോന്നിയാൽ ഉടനെ തന്നെ പോകണം. ഈ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്നാണ്, നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നല്ലൊരു എനർജി വരും ഇല്ലേ. നമുക്ക് തോന്നും ഓ ഐ ആം ഫിറ്റ്, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല ഈ പ്രായത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ നടപ്പിലും എടുപ്പിലും ഒക്കെ അത് കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ചതഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളെവിടെ ഇറങ്ങുകയാണെങ്കിലും അത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഹെൽത്തും എനർജിയും രണ്ടും പരസ്പരം കോംപ്ലിമെൻ്ററിയാണ്. ഒന്നുണ്ടെങ്കിലും മറ്റതും ഉണ്ടാകും അല്ലേ. ഈ എനർജി വേണമെങ്കിൽ എന്ത് വേണം, ഹാപ്പിനെസ് വേണം, സന്തോഷം വേണം. ഇപ്പം കഴിയുന്നത് നമ്മൾ സന്തോഷമായിട്ടിരിക്കാനായിട്ട് നോക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അതായത് നമുക്ക് പ്രായമായി, അപ്പോൾ നമുക്ക് നമുക്ക് വലിയ പണ്ടത്തെ പോലെയുള്ള വലിയ ചിലവുകളൊന്നും ഇല്ലല്ലോ അല്ലേ. നമുക്ക് അതും ഇതൊന്നും അധികം വാങ്ങിക്കാനൊന്നുമില്ല, എന്നാലും നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ കാണും അല്ലേ. അപ്പം അതിനുള്ള പൈസ നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കുക, ശ്രദ്ധിച്ച് ചിലവാക്കുക, സൂക്ഷിച്ച് വയ്ക്കുക. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം പലരെയും നമ്മളുടെ അടുത്ത് പലതിനും വന്നെന്നിരിക്കും. നമ്മുടെ ബന്ധുക്കളായിരിക്കും ചിലർ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുപ്പമുള്ളവരായിരിക്കും. എന്തായാലും ശരി, ഒരു പരിധി വിട്ട് ആരെയും നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആരെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ കാര്യത്തിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് വയ്ക്കുക. പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ റിലേഷൻഷിപ്പാണ്, അതായത് ബന്ധങ്ങൾ. നമുക്കറിയാമല്ലോ, നമുക്ക് റിട്ടയർ ചെയ്തു, അത് കഴിഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് പ്രായമായി വീട്ടിൽ നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ പോലും ഒരു പരിധി വരെ അല്ലേ. നമ്മുടെ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാത്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നല്ലേ, അമ്മയെ അല്ലെങ്കിൽ അച്ഛ അത് ഇതെന്നും പറയും. ഇപ്പോൾ അവരൊക്കെ സ്വയം പര്യാപ്തരായി, അവർ കുടുംബമൊക്കെ ആയി, അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. അത് ഒരു കണക്കിന് നല്ലതുമാണ്. കാരണം നമുക്ക് അത്രയും പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുമല്ലോ. പക്ഷെ അതല്ല, എന്നാലും ശരി, നമുക്കവരെ സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോടുമുണ്ട്. സാഹചര്യങ്ങൾ മൂലം നമ്മളെപ്പോഴും ഒന്നിച്ച് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ, നമ്മളുടെ അടുത്ത് എപ്പോഴും വരുവാനും. അപ്പം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില ബന്ധങ്ങൾ വേണം. അതായത് നമുക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കാനും ഇല്ലേ, ഒന്ന് പൊട്ടിച്ചിരിക്കാനും ഒക്കെ അതിനൊക്കെയുള്ള ഒരു ബന്ധങ്ങൾ അത് സൂക്ഷിച്ച്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻഷിപ്പിനൊന്നും പ്രത്യേകിച്ച് സെലക്റ്റീവ് ആകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് കൂടെ ജോലി ചെയ്യുന്നവരിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. അതേപോലെ തന്നെ പലയിടത്തും നമുക്ക് അങ്ങനെ ഒരിത് വരും. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ സെലക്റ്റീവായിട്ട് നമ്മളുടെ ചിന്താഗതികളുള്ളവരെ, അതായത് ഈ പരാതിപ്പെട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മളുമായിട്ടും ഒത്തുപോകുന്നവരെയൊക്കെ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരാവശ്യം, എല്ലാവരുമായിട്ടും സംസാരിക്കും. പിന്നെ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും സംഘടനയിലൊക്കെ ഇല്ലേ, ഇപ്പം സാമുദായിക സംഘടനകളുണ്ട്, അല്ലെങ്കിൽ തന്നെ ദേവാലയം, ക്ഷേത്രത്തിലാണേലും പള്ളിയിലാണേലും ഒക്കെ ഉണ്ട് ഇല്ലേ, എന്തെങ്കിലും കമ്മിറ്റികൾ, മാതൃസമിതികൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അംഗമാവുക. ഇപ്പം നമുക്ക് എല്ലാവരുമായിട്ടൊരു എന്താ പറയണ്ടേ, എപ്പോഴും മിക്സ് ചെയ്യാനും ഒന്നുമില്ലെങ്കിലും കുറേ ഫോൺ ചെയ്യാനെങ്കിലും നമുക്കൊരു അവസരം കിട്ടും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്, നമ്മളുടെ ഈ ജീവിതക്രമത്തിലുണ്ടല്ലോ, എന്നുവെച്ചാൽ ദൈനംദിനം നമ്മളുടെ ആ ജീവിതത്തിൽ നമ്മൾ ഒരു എന്താ പറയണ്ടേ, എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതായത് നമ്മൾ പിള്ളേരൊക്കെ പലരും രാത്രി എപ്പോഴെങ്കിലും കിടക്കും, എഴുന്നേക്കും. പക്ഷെ നമുക്കതൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ പ്രായമായി, ഇന്നിപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ എന്നാ ചെയ്യാനാ, എങ്ങും പോകാനൊന്നുമില്ല. പക്ഷേ അതല്ല, നമ്മളുടെ ജീവിതം സ്ട്രോങ് ആക്കാനും അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്യാനും ഒക്കെ അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ശരിക്കും ഒരു ടൈം ടേബിൾ നമ്മളുടെ ജീവിതത്തിൽ വേണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അത് തലേദിവസം നമ്മൾ എഴുതി വെച്ച ഏറ്റവും നല്ലത്, നാളെ ഇന്നതൊക്കെ ചെയ്യണം. ഇപ്പം നമ്മൾ പലതും മറന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ മറന്നു പോവാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വേണമല്ലോ നമ്മൾ എഴുതി വെക്കുക, ഇന്ന കാര്യങ്ങൾ നമുക്ക് രാവിലെ ഇത്ര മണിക്ക് എല്ലാ സമയമൊന്നും എഴുതിയില്ലെങ്കിൽ ശരി, എല്ലാം കറക്റ്റായിട്ട് ഇന്നതിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നെഴുതി വെക്കുക. അതേപോലെ തന്നെ കിടക്കാൻ നേരത്ത് നമ്മൾ അന്നന്നത്തെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുക. ഞാൻ വിചാരിച്ചൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നാളെ എന്താണ് അത് ക്യാരി ഓവർ ചെയ്യേണ്ടത്,
ഇപ്പം നമുക്ക് വലിയ ആനക്കാര്യമൊന്നുമില്ല, എന്നാലും നമ്മൾക്ക് ചില കാര്യങ്ങളെങ്കിലുമൊക്കെ കാണും. അതൊക്കെ നമ്മൾ ഇന്നയാളെ ഫോൺ ചെയ്യണം, ഇല്ലെങ്കിൽ ഇനി കൊച്ചിനൊരു ബർത്ത്ഡേ ഉണ്ട്, ഒരു വിഷ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ എന്നാലും അതൊക്കെ നമ്മൾ മറന്നുപോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ജീവിതത്തിൽ ഈ പറഞ്ഞ ദുഃഖത്തിനാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ നമ്മളൊരു മുൻഗണന കൊടുക്കുന്നില്ല. അയ്യോ എനിക്ക് അത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പണ്ടങ്ങനെയായിരുന്നു, ഇതൊക്കെ നമ്മൾ കേൾക്കാറില്ലേ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷേ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ നന്മ, ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോഴും നമുക്ക് കിട്ടുന്നത്, കാരണം പല പരാതികളും നമുക്കുണ്ടായിരിക്കും. ആ പരാതികളൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക. അതിനേക്കാളും എത്രയോ ഉപരി നമുക്ക് നന്മകൾ കിട്ടിയിട്ടുണ്ടല്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊന്ന് എഴുതി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് മനസ്സിലെന്ത് എനിക്ക് ശരിയാണല്ലോ, എനിക്കിത്രയൊക്കെ തന്നില്ലേ ഇല്ലേ, എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്ന ഒരു ജോലിയാണോ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ ഇതും കൊണ്ട് കിട്ടാവുന്ന ഒരു ബന്ധമാണോ എനിക്ക് കിട്ടിയത്, എൻ്റെ മക്കൾ അവർ എത്ര നന്നായിട്ടാണ് എന്നെ നോക്കുന്നത്. പലയിടത്തും മക്കളൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഓരോന്നും നമുക്ക് എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ കിട്ടിയതെന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ, അപ്പോൾ ശരിക്കും നമുക്ക് വളരെ ഇത് തോന്നും. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഞാനൊക്കെ ചെയ്യുന്നതാണ് എപ്പോഴും. കാരണം നമുക്കൊരു പോസിറ്റീവ് അഫർമേഷൻ, അതായത് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോ അതിപ്പോഴുണ്ടെന്ന് നമുക്ക് കാണും, നമ്മൾ എഴുതുക. അപ്പം എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ആദ്യം ഞാൻ എഴുതാം, നമുക്കൊരു 5-6 അങ്ങ് എഴുതി വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ആദ്യത്തെ എന്നാന്നറിയാം, ഐ ആം ഹാപ്പി. എനിക്ക് നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമില്ലേ, ഹാപ്പിനെസ് വേണം എപ്പോഴും. അത് ഉണ്ട്, ഇപ്പോഴുണ്ട്. ഐ ആം ഹാപ്പി. രണ്ടാമത്തെ എന്നാന്നറിയോ, ഐ ആം ഹെൽത്തി. നമുക്ക് ആരോഗ്യം വേണ്ടേ, അപ്പോൾ എഴുതി വെക്കുക ഐ ആം ഹെൽത്തി. മൂന്നാമത്തെ എന്താണെന്നറിയോ, ഐ ആം വെൽത്തി. എനിക്ക് കാശ് വേണമെന്നുണ്ടല്ലോ, ഐ ആം വെൽത്തി. അങ്ങനെ ഐ ഹാവ് എ ഗുഡ് ഫാമിലി. പിന്നെ മൈ സൺ ഈസ് സോ റിച്ച്. നമ്മൾ ആഗ്രഹിക്കുന്ന അത് ആയി എന്നങ്ങ് വിചാരിച്ചെഴുതിക്ക്. ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് സംഭവിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, നമ്മൾക്കതൊരു ഭയങ്കര ഒരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ ഇനിയിപ്പം കടലാസ് പേനയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇത് എഴുതുക എന്ന് ചിന്തിക്കുന്നവർ കാണും. 1-2 ദിവസം ഒന്ന് എഴുതി വെച്ച് നോക്കി. ഇതിപ്പോൾ എന്നും എഴുതണ്ടല്ലോ, ഇത് ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, ഐ ആം വെൽത്തി എന്നൊക്കെ എന്നും എഴുതണ്ട. പക്ഷെ നമുക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കാം, ഒരു ഡയറിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ സന്തോഷം വരും. പിന്നെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഉണ്ടല്ലോ അത് നമ്മൾ എന്നുവെച്ചാൽ അതിൽ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്കൊക്കെ എന്നാ, ഇപ്പോൾ ഒരു സാധനം നമ്മൾ അവരുടെ എടുത്ത് വെച്ചിട്ട് അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വെച്ചതെന്ന് മറന്നു പോകില്ലേ. അപ്പം നമ്മളെന്ത് ചെയ്യും, അവിടെ മുഴുവനും തപ്പി നടക്കും ഇത് എവിടെയാണെന്ന്. അങ്ങനെ എത്ര സമയം നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആ നിമിഷം ജീവിക്കുക എന്ന് പറയില്ലേ, ആ നിമിഷം നമ്മളെന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ജീവിതം വലിയ കുഴപ്പം കൂടാതെ എന്നുവെച്ചാൽ വളരെ സന്തോഷമായിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, കൈവേദനയുണ്ട്, കാലുവേദനയുണ്ട്, ഈ പറഞ്ഞാൽ ഹെൽത്തിന് പല പല പ്രശ്നങ്ങൾ കാണും ഇത്രയും പ്രായമായപ്പോൾ. പക്ഷേ ആരും ഒന്നും വിഷമിക്കേണ്ട. കാരണം ഈ ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു നദി പോലെയാണ്, അതങ്ങനെ ഒഴുകില്ലേ. ചിലപ്പം കുത്തി ഇങ്ങോട്ട് ഒഴുകും, ചിലപ്പം വളരെ ശാന്തമായിട്ട് ഒഴുകും, ചിലപ്പം മിഡിൽ പേസിലങ്ങ് ഒഴുകും. പക്ഷേ നമുക്ക് വേണ്ടത് നമ്മൾ അങ്ങനെ ശാന്തമായിട്ടൊഴുകി അവസാനം ശാന്തമായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ലേ നമുക്ക്. അപ്പം ആ കാര്യം വിചാരിക്കുക. പിന്നെ നമുക്ക് ഈ നമ്മളെപ്പോഴും ബോറടിക്കുക എന്ന് പറയില്ലേ, ഈ ബോറടിക്കുന്നത് മാറ്റാനായിട്ട് ഒരു കാര്യവും കൂടെ ചെയ്താൽ എല്ലാം ശുഭം. അതെന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കുക. പക്ഷേടാ ഈ 70 വയസ്സിൽ 80 വയസ്സിലേക്ക് എന്നാ പഠിക്കാനാ ഇല്ലേ, നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും. കാരണം നമുക്ക് ഒന്നുമില്ല, നമുക്ക് നല്ല പാട്ട് കേൾക്കാമില്ലേ, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, പുതിയ പാട്ടുകൾ പഠിക്കാമില്ലേ. പാടാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ പാടാൻ അറിയാൻ മേലെങ്കിലും പാട്ട് പഠിക്കാനും പാട്ട് പാടാനും ഒന്നും ആരും വേറെ ആരും കേൾക്കേണ്ട, നമ്മൾ കേട്ടാൽ മതിയല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് തന്നെ നമ്മളൊന്ന് ഓർത്ത് നോക്കി, 70 ആരെങ്കിലും നമ്മൾ വിചാരിച്ചിരുന്നാൽ നമുക്കിതൊക്കെ മനസ്സിലാവുന്ന ഈ കമ്പ്യൂട്ടർ
കാര്യങ്ങൾ അല്ലെങ്കിൽ മൊബൈലിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷേ ഇന്ന് എല്ലാവർക്കും അത് മനസ്സിലായില്ലേ, നമ്മളെല്ലാവരും പഠിച്ചു. അതുപോലെ ലോകം ഏറ്റവും ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ പഠിക്കുക. ഈ ലോകത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ചേഞ്ചസൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റുന്നതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിനോടൊത്തങ്ങ് മുന്നോട്ട് പോവുക. നമ്മൾ പിന്നെ ഒരു പാട്ട് പാടുക, പിടിച്ചു തള്ളുമല്ലെങ്കിൽ പിന്നിൽ നിന്ന് വരുന്നവർ. നമുക്ക് തീരുന്നത് വരെ ശരിക്കും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ഹാപ്പി സീനിയർ സിറ്റിസൺസ്. ഓക്കെ, താങ്ക് യു.